പലപ്പോഴും അമേരിക്ക നടത്തുന്ന യുദ്ധങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഇത് പേരുപോലെ തന്നെ ഭൂമിയെ തുളച്ചുപോയി പൊട്ടിത്തെറിച്ച് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന ഒരുതരം ശക്തമായ ബോംബാണത്. അമേരിക്കയുടെ കയ്യിൽ മാത്രമായിരുന്നു ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടായിരുന്നത് എങ്കിലും ഇന്ന് പല രാജ്യങ്ങളുടെ കയ്യിലും അതുണ്ട് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പല വകഭേദങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. GBU-57A-B എന്നറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ MOP US സൈന്യത്തിലെ ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇത്. ഇതിന് ഏകദേശം 14,000 കിലോഗ്രാം ഭാരമാണുള്ളതെന്ന് പറയപ്പെടുന്നു. ഭൂഗർഭ ബങ്കറുകൾ, ആണവ സൗകര്യങ്ങൾ തുടങ്ങിയ കഠിനവും ഭൂമിയുടെ ഏറ്റവും ആഴത്തിലുള്ളതുമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ബങ്കറുകളിൽ കഴിയുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാനും ഈ ബോംബ് ഉപയോഗിക്കപ്പെടും. 2400 കിലോഗ്രാമിലേറെ ഭാരമുള്ള വളരെ സ്ഫോടനാത്മകമായ പെലോഡാണ് ഇത് വഹിക്കുന്നത്. ഈ ബോംബ് വികസിപ്പിച്ചെടുത്തത് 2000-ന്റെ തുടക്കത്തിലാണ്. നോർത്രോപ്പ് ഗ്രൂമാനും ലോക്ഹീഡ് മാർട്ടിനും ചേർന്നാണ് ഈ MOP ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. ഇത് ചില സാമ്പത്തികമായ തടസ്സങ്ങൾ കാരണവുമൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചെങ്കിലും അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തിന് പിന്നാലെ 2023 ഈ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചത്. ഇത് മണ്ണ്, പാറ, കോൺക്രീറ്റ് എന്നിവയിലൊക്കെ തുളച്ച് കയറി സെക്കൻഡുകൾക്ക് ശേഷം മാത്രമാകും പൊട്ടുക. അതായത് വീണ ഉടൻ പൊട്ടില്ല. ഇതിനായി പ്രത്യേക ഫ്യൂസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ ലേസർ ഗൈഡൻസ് GPS സംവിധാനങ്ങളും ഇതിലുണ്ട്. എന്തിനാണ് ഇപ്പോഴത്തെ ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിന് ഇസ്രായേൽ കൂടുതലായും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആ ബോംബ് വേണമെന്ന് പറഞ്ഞത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഇസ്രായേൽ ഇറാനിലെ കുറേ ആണവ നിലയങ്ങളെയൊക്കെ തകർത്തു. പക്ഷേ ഒരു ആണവ നിലയത്തെ ഇസ്രായേലിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ഫോർദോ എന്ന ആണവ നിലയമാണ്. ഫോർദോയിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ്. മറ്റേത് നിലയം തകർന്നാലും ഈ നിലയത്തെ തകർക്കാനാവില്ലെന്ന കോൺഫിഡൻസ് ഇറാനുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത്തരം ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങളുടെ ആക്രമണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാൻ ഈ ആണവ നിലയം നിർമ്മിച്ചിരിക്കുന്നത്. അത് പർവ്വതങ്ങൾക്ക് താഴെ, ഏറ്റവും ഭൂമിക്കടിയിൽ പർവ്വതങ്ങൾക്ക് താഴെയാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. തെഹ്റാനിൽ നിന്ന് 160 കിലോമീറ്ററിലേറെ അകലെയുള്ള ഗ്രാമമാണ് ഫോർദോ. ഭൗമോപരിതലത്തിൽ നിന്നും ഈ ആണവ നിലയം 80 മുതൽ 300 അടി വരെയാണ് താഴെ. അങ്ങനെ നോക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കൊന്നും അവിടെ ആക്രമണം നടത്താൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയപ്പെടുന്നത്. ഏത് ബോംബാക്രമണത്തെയും അതിജീവിക്കാനുള്ള ശേഷിയോടെയാണ് ഇത് നിർമ്മിച്ചത്. മറ്റൊരു കാര്യം, ഇസ്രായേലിൻ്റെ ആയുധങ്ങൾക്കൊന്നും അവിടേക്ക് തുരന്നെത്താനാകില്ല എന്ന വിശ്വാസവുമുണ്ട്. അതുമാത്രമല്ല, അവിടെ റഷ്യൻ നിർമ്മിതമായ മിസൈൽ കവചവും, അതായത് വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങളുമുണ്ട്. ഈ ഫോർദോ ആണവ നിലയം തകർക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ ഒരു ബങ്കർ ബസ്റ്റർ ബോംബ്, 15 ടണ്ണിലേറെ ഭാരമുള്ള ബോംബ് ഈ ഫോർദോയുടെ ആഴങ്ങളിലെത്തി പൊട്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഹിസ്ബുള്ളയുടെ തലവനായ നസറുള്ളയെ ഇസ്രായേൽ വകവരുത്തിയതും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടാണെന്ന് പറയപ്പെടുന്നു. 80 ടൺ സ്ഫോടക വസ്തുക്കളായിരുന്നു അതിലുണ്ടായിരുന്നത്. ലെബനനിലെ തുരങ്കത്തിൽ ഒളിച്ചിരുന്ന നസറുള്ളയെ ഇസ്രായേൽ വകവരുത്തിയത് അങ്ങനെയാണ്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ദാഹിയോയിൽ കെട്ടിട സമുച്ചയങ്ങൾക്ക് അടിയിലുള്ള ഭൂഗർഭ ആസ്ഥാനത്താണ് നസറുള്ള കഴിഞ്ഞത്. ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകൾ തന്നെയാണ് അന്ന് ഇസ്രായേൽ പ്രയോഗിച്ചത്. 2ാം ലോക മഹായുദ്ധ കാലത്താണ് ബങ്കർ ബസ്റ്ററുകൾ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത്. അന്ന് ജർമ്മൻ എഞ്ചിനീയർ ഓഗസ്റ്റ് കോണ്ടേഴ്സ് വികസിപ്പിച്ചെടുത്ത റോച്ച്ലിംഗ് ഷെല്ലുകൾ 1942-ലും 43-ലും പരീക്ഷിച്ച ആദ്യത്തെ നൂതന ബങ്കർ ബസ്റ്റർ ബോംബുകളായാണ് കണക്കാക്കപ്പെടുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ പല തരമുണ്ട്. പ്രധാനമായും 3 തരമാണ് ഉപയോഗിക്കുന്നത്: ഗൈഡഡ് ബോംബ് യൂണിറ്റ് 28, ഗൈഡഡ് ബോംബ് യൂണിറ്റ് 37, മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നീ ബങ്കർ ബസ്റ്ററുകളാണ് യുദ്ധങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഗൈഡഡ് ബോംബ് യൂണിറ്റ് 28 അത് ഗൾഫ് യുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. 5000 പൗണ്ടാണ് ഭാരം. കൃത്യമായ ലക്ഷ്യത്തിൽ തുളച്ചു കയറുന്നതിനായി ഇതിന് ലേസർ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്.
പീരങ്കി ബാരലുകളാലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് 37. അത് മോശം കാലാവസ്ഥയിലും ലക്ഷ്യത്തിൽ തുളച്ചു കയറാൻ ശേഷിയുള്ള ഒരു ബോംബാണ്. ഈ ബോംബ് GPS സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ. US-ൻ്റെ ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും വലിയ ബങ്കർ ബസ്റ്ററാണ്. 30,000 പൗണ്ടാണ് ഇതിൻ്റെ ഭാരം. അതായത് കോൺക്രീറ്റ് പ്രതലത്തിൻ്റെ 200 അടി വരെ ഇതിന് തുളച്ചു കയറാൻ സാധിക്കും. ഈ ബോംബുകളെ അന്താരാഷ്ട്ര നിയമപ്രകാരം നിരോധിക്കുന്നില്ലെങ്കിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ അവയുടെ ഉപയോഗം ധാർമ്മികമായ രീതിയിൽ തെറ്റാണ് എന്ന് പൊതുവിലൊരു അഭിപ്രായമുണ്ട്. ജനീവ കൺവെൻഷൻ പോലുള്ള അന്താരാഷ്ട്ര മാനുഷിക നിയമം അത്തരം കൺവെൻഷനുകളിൽ ഇത്തരം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരെ കൊല്ലുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഈ അമേരിക്ക തന്നെയാണ് ഇസ്രായേലിന് കാലങ്ങളായിട്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നൽകുന്നത്. എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, നമുക്ക് ഇത്തരം ബോംബുകൾ ഉണ്ടോ? ഇന്ത്യയുടെ ആയുധശേഖരത്തിലും അതിന് സമാനമായിട്ടുള്ള ചില ബങ്കർ ബസ്റ്ററുകളുണ്ട്. ഫ്രഞ്ച് എയർ ടു ഗ്രൗണ്ട് ഹാമർ മിസൈൽ ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്തല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബങ്കറുകളോ അതുപോലുള്ള കഠിനമായ ലക്ഷ്യങ്ങളോ തകർക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ തേജസ് വിമാനത്തിലാണ് ഇത്തരം ബോംബുകൾ ഘടിപ്പിക്കുന്നത്. റാഫേൽ വിമാനങ്ങളിൽ ഇത്തരത്തിൽ 6 ഹാമറുകൾ വഹിക്കാൻ കഴിയും. ഇതിന് 125, 250, 500, 1000 കിലോഗ്രാം ഭാരമൊക്കെയാണ് ഇതിൻ്റെ ഓരോന്നിനും ഉള്ളത്. ഒരു റാഫേൽ യുദ്ധവിമാനത്തിന് ഇത്തരത്തിലെ 6 ഹാമറുകൾ വഹിക്കാൻ കഴിയും. എന്തൊക്കെയായാലും മനുഷ്യൻ തന്നെ വളരെ ക്രൂരമായി കൊലപ്പെടുത്താൻ നിർമ്മിച്ചിരിക്കുന്ന അനവധി ആയുധങ്ങളിൽ ഒന്നാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഒന്ന്. ഇന്നത്തെ വാർത്തകൾ പ്രകാരം പറയുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ്. ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിക്കുകയും പലതായി ചിതറി കിലോമീറ്ററുകളോളം ദൂരത്തിൽ നാശം വിതയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ബോംബാണ്. അതും ഇന്ന് ഉപയോഗിച്ചതായി വാർത്തയിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും മനുഷ്യൻ്റെ മാംസം ചിന്നിച്ചിതറി മരിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഓരോ മനുഷ്യ മനസ്സിലും അശാന്തി മാത്രമായിരിക്കും വിതയ്ക്കുന്നത്.